നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ എന്നോട് ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിനെനിക്ക് കിട്ടിയ ഉത്തരം പറ്റും, വീണ്ടും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റുമെന്നായിരുന്നു. ഇഷാൻ കിഷൻ പറയുകയാണ്, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇന്നലത്തെ മാസ്മരികമായ ഇന്നിങ്സിന് കൈയടിച്ച് പറ്റൂ. ടേക്ക് എ ബൗ ഇഷാൻ കിഷൻ. എത്രത്തോളം ദുരിതങ്ങൾ കടന്നാണ് അദ്ദേഹം മടങ്ങിയെത്തുന്നത്. ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടമാകുന്നു. സെൻട്രൽ കോൺട്രാക്റ്റ് നഷ്ടമാകുന്നു. ODI ടീമിലും ടെസ്റ്റ് ടീമിലും T20 ടീമിലും അദ്ദേഹത്തിന് ഇടമില്ല. പിന്നെ അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ അടിച്ചങ്ങ് തകർക്കുകയാണ്. ടൂർണമെൻറ്റുകളിലെ സെഞ്ചുറികൾ കുറിച്ചുകൊണ്ടേയിരിക്കുന്നു. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കുന്നു. ഇന്ത്യൻ T20 ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഇന്ത്യ 6-2 എന്ന നിലയിൽ ഇന്നലെ തകർന്നു നിൽക്കുമ്പോൾ ക്രീസിലേക്ക് വന്നിട്ട് കൗണ്ടർ അറ്റാക്ക് നടത്തി പൊളിച്ചടുക്കി 32 പന്തിൽ 76 റൺസ് കളിയിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും സ്വന്തമാക്കി. യെസ്, ഇഷാൻ കിഷൻ ടിയാണ്. ഇന്നലെ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതിനു ശേഷം പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹത്തോട് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി തിരികെ വന്നതിനെക്കുറിച്ച് ചോദിക്കും. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത്, ദാറ്റ് ക്യാൻ ഐ ഡു ഇറ്റ് അഗെയിൻ, എനിക്കിനി വീണ്ടും അത് ചെയ്യാൻ പറ്റുമോ, ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റുമോ ഓർ നോ, അതാണ് ചോദിച്ചത്. എനിക്കൊരു ആൻസറേ കിട്ടിയുള്ളൂ, ദാറ്റ് ഐ ക്യാൻ പ്ലേ എന്നുള്ള ഉത്തരം ലഭിച്ചു. സോ അങ്ങനെ ഇന്നിങ്സുകൾ കളിച്ച് റണ്ണുകൾ നേടാൻ പറ്റുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈവൻ ഇഫ് ഐ ഗെറ്റ് ഔട്ട്, ഐ ജസ്റ്റ് വാണ്ടഡ് ടു പ്ലേ ഗുഡ് ക്രിക്കറ്റ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അദ്ദേഹം വിശദമായിട്ട് ഇന്നലത്തെ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിൽ മാത്രമായിരുന്നു ഇന്ന് ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ഹെഡ് സ്പേസിൽ നിൽക്കുക, എന്നിട്ട് നന്നായിട്ട് കളിക്കുക. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നന്നായിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ട്രൈ ആൻഡ് വാച്ച് ദി ബോൾ ആൻഡ് സ്റ്റേ ഇൻ ഗുഡ് ഹെഡ് സ്പേസ്, അതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പവർ പ്ലേയിൽ മാക്സിമം റൺസ് നമുക്ക് എടുക്കാവുന്ന അത്ര റൺസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. കാരണം 208 ചേസ് ചെയ്യുമ്പോൾ പവർ പ്ലേ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഫോമിനെ കുറിച്ച് ചോദിക്കുന്നത്, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്ക് റൺസുകൾ സ്കോർ ചെയ്യണമായിരുന്നു. ചിലപ്പോൾ അത് നമുക്ക് വേണ്ടി തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ സ്വന്തം ചോദ്യങ്ങൾക്ക് ഉത്തരം, അതായത് നമ്മൾ ഇനി വീണ്ടും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ഗുഡ് ഇനഫ് ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്തേണ്ടി വരും. സോ ഇവിടെ എത്തി ആ ഒരു കോൺഫിഡൻസ് എടുത്തപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്നൊരു വളരെ മികച്ച ദിവസമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ആ മനോഹരമായ ഇന്നിങ്സ് അത് തന്നെയാണ് ഇന്ത്യയുടെ വിജയത്തിന് അടിത്തറ പാകിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. സൂര്യയുടെ മികച്ച ഇന്നിങ്സ് ഉണ്ട്, ശരിയാണ്. പക്ഷേ കൗണ്ടർ അറ്റാക്ക് തുടങ്ങി വെക്കുന്നത് ഇഷാൻ കിഷനാണ്. അദ്ദേഹത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ 6-2 എന്ന നിലയിൽ നിന്ന് തിരിച്ചു കയറുന്നത്. ടീമിൽ ഇടമില്ലാതെ പുറത്തു പോയിട്ട് പിന്നെ ഇപ്പോൾ തിരികെ വരുമ്പോൾ തിലക് വർമ്മക്ക് പരിക്കുള്ളത് കൊണ്ടും മാത്രമാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് 11 അവസരം കൊടുത്തിരിക്കുന്നത്. 32 പന്തിൽ 76 റൺസ് എന്ന് പറയും, 11 4-ഉം 4 6-ഉം. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആദ്യത്തെ കളിക്ക് മുമ്പ് സൂര്യ പറഞ്ഞിരുന്നല്ലോ, നമ്പർ 3 ഇഷാൻ കളിക്കും, അവൻ വേൾഡ് കപ്പ് ടീമിലുള്ളതാണ് എന്ന്. യെസ്, ശ്രേയസ് അയ്യർ ബാക്കപ്പായിട്ട് എടുത്തിട്ടും ഇഷാൻ കിഷനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തിലകിന് പരിക്കാവുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ബിഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. വേൾഡ് കപ്പിലും ഞാൻ അങ്ങനെ ബെഞ്ചിലിരിക്കേണ്ടവനല്ല എന്നുള്ള വെരി 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 ബിഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഷാൻ കിഷനിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ടീം മാനേജ്മെൻറ്റ് ഇത് ചിന്തിപ്പിക്കും. ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ഗ്ലൗ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരുമോ തിലക് മടങ്ങി വരുമ്പോൾ എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.